വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്കിൻഫോസൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് തങ്ങളുടെ ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ചായി കിട്ടുക എന്നുള്ളത്. സ്റ്റാർട്ടിംഗ് ഒക്കെ റീച്ചായി കിട്ടുന്ന ഒരുപാട് പ്രയാസമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഒന്ന് റീച്ചായി കിട്ടൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്ന മുഖ്യമായിട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ടാഗും ഹാഷ്ടാഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. പലർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ടാഗും ഹാഷ്ടാഗും. എല്ലാവരും ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. എന്താണ് ടാഗ്, എന്താണ് ഹാഷ്ടാഗ് എന്ന് വ്യക്തമായിട്ട് സ്ക്രീൻ റെക്കോർഡർ സഹിതം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പലരും പുതിയ യൂട്യൂബേഴ്സ് ആയാലും ഒരുപാട് നല്ല കണ്ടന്റുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹൈലെത്തിയ ഒരു യൂട്യൂബറേക്കാളും വളരെ നന്നായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഒരു ഫസ്റ്റ് വരുന്ന യൂട്യൂബർ പോലും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അത് റീച്ച് ആവുന്നില്ല. ഒരു 10 വ്യൂസോ 15 വ്യൂസിൽ അത് നിൽക്കുന്നവിടെ. ആ വ്യൂസ് അത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ ടാഗ് ഹാഷ്ടാഗ് അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തമ്പനെയിൽ ഇങ്ങനെ നിർമ്മിക്കാം. അതുപോലെ തന്നെ കാർഡ്സ് കൊടുക്കേണ്ടത്, അത് ഒരുപാട് കാര്യങ്ങൾ അതിനുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അതിന് തൊട്ട് മുകളിൽ കാർഡ്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്താൽ തന്നെ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ചാനൽ എങ്ങനെയാണ് ഗ്രോ ആക്കി കിട്ടുക എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പോയിന്റ്സ് നമുക്ക് അതിലൂടെ പഠിക്കാൻ പറ്റും. അതാണ് പറയുന്നത്, നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒന്ന് വൈറലായി കിട്ടുന്നത് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സഹനശക്തിയോടുകൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ്സുകളും ബേസ് വെച്ച് നമ്മൾ യൂട്യൂബിനെ സ്നേഹിച്ച് തുടങ്ങണം. യൂട്യൂബിനെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് തുടങ്ങുന്നു അത്രത്തോളം യൂട്യൂബ് നമുക്ക് തരും. നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം നേടണമെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. യൂട്യൂബ് എന്ന് വെച്ചാൽ ഒരു മഹാസാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച് നമ്മൾ അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് റീച്ചിലെത്തുകയില്ല. എത്ര നല്ല വീഡിയോസ് ആയാലും പെട്ടെന്ന് റീച്ച് കിട്ടണമെന്നില്ല. ആ റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതുപോലെ വീഡിയോ ചെയ്യണം. വലിയ യൂട്യൂബേഴ്സിൻ്റെ ടാഗ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അവരുടെ വീഡിയോസ് എടുത്ത് അതിൻ്റെ ടാഗ്സുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ടാഗ് കൊടുത്തിട്ടുള്ളത്. കാരണം അവർക്കറിയാം അത് ടാഗ് കൊടുത്താൽ അത് എങ്ങനെയാണത് അവിടത്തേക്ക് എത്തുക എന്നൊക്കെ അവർക്കറിയാം. ഈ ടാഗ് നമ്മൾക്ക് കോപ്പിയാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ടാഗ് യു എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണത്. ടാഗ് യു എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. ടാഗ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹൈലുള്ള, അതായത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അത്രയ്ക്ക് റീച്ചിലെത്തിയ യൂട്യൂബേഴ്സിൻ്റെ ടാഗുകൾ, അതായത് റാങ്കിങ്ങിലുള്ള ടാഗുകളാണ് നമ്മുടെ ഇതിലേക്ക് കോപ്പിയാക്കിയിട്ട് ചെയ്യുന്നത്. അത് അങ്ങനെ കോപ്പിയാക്കി ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ചാനലും നമ്മുടെ ഇതും റീച്ചിലെത്താനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചാനലും സെർച്ചിലെത്താനുള്ള സാധ്യതയുണ്ട്. സെർച്ചിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റെക്കമെൻഡേഷൻ കൂടൂ. റെക്കമെൻഡേഷൻ കൂടി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ വൈറലാവും, നമ്മുടെ വീഡിയോ വൈറലാവും. ഓക്കെ, പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടാഗും ഹാഷ്ടാഗും തമ്മിലുള്ള വ്യത്യാസവും ഒരു ടാഗും ഹാഷ്ടാഗും എങ്ങനെയാണ് നമ്മുടെ ഒരു വീഡിയോയെ റീച്ച് എത്തിക്കാനും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനതിന് എക്സാമ്പിളായിട്ട് എൻ്റെ തന്നെ ഒരു വീഡിയോ കാണിക്കാം. ഞാനിവിടെ ഹൗ ടു അപ്ലൈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു വീഡിയോ, ആ ഒരു വീഡിയോയിലേക്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, അതിൽ നമുക്ക് ഹാഷ്ടാഗിൻ്റെ വേർഷൻ നോക്കാം. ഇവിടെയാണ് ഹാഷ്ടാഗ് അല്ലേ. ഈ ഹാഷ്ടാഗ് ഇവിടെ കൊടുക്കണം. ടാഗ് ഏതാണ് ഹാഷ്ടാഗ് ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാത്ത പുതിയ യൂട്യൂബേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഹാഷ്ടാഗ് നമ്മൾ ഹാഷ് ചേർത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ ഹാഷ്ടാഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊടുക്കുന്നത്. ഇവിടെ ഹാഷ് കൊടുക്കാണ്ട് ചെയ്യുന്ന പലരുമുണ്ട്. ഇതുപോലെ തന്നെ ഇത് എഴുതുമ്പോൾ നമ്മൾ വെറും ഇത് മാത്രം എഴുതിയിട്ട് ഹാഷ് ഇവിടെ കൊടുക്കാതെ ചെയ്യുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഹാഷ് ചേർത്താൽ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പേസ് കൊടുക്കരുത്. ഹാഷിൻ്റെ ഒന്നിച്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഹാഷ് വേറെയാവും, നമ്മൾ എഴുതുന്ന വേർഡ്സ് വേറെയാവും. അതൊരിക്കലും നമ്മുടെ ഹാഷ് ആ ഒരു ഫീൽഡിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാഷ് കൊടുത്തിട്ട് സ്പേസ് ഇല്ലാണ്ട് തന്നെ നമ്മൾക്ക്
ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ ഏതിനാണോ നമ്മൾ ഹാഷ്ടാഗ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ട് കാണിക്കാം. നോക്കാം, നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട് മോണിറ്റൈസേഷൻ 2022. അതായത് 2022 മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ ചെയ്തത്. ഹൗ ടു അപ്ലൈ മോണിറ്റൈസേഷൻ ഇൻ 2022. അപ്പോൾ അത് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ 2022 എന്ന ഹാഷ് കൊടുക്കുമ്പോൾ ആ 2022 ഒരുപാട് ആൾക്കാർ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഹൗ ടു അപ്ലൈ മോണിറ്റൈസേഷൻ, ഹൗ ആ ഒരു വേർഡ്സൊക്കെ നമുക്കിവിടെ കൊടുക്കാം. കണ്ടോ, ഹൗ ടു അപ്ലൈ എന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആ ഹൗ ടു അപ്ലൈന്ന് ഇവിടെ ഹാഷ്ടാഗായിട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ചാനലിൻ്റെ പേരും സെർച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ ഹൗ എന്ന് പറയുന്ന ഒരുപാട് വേർഡ്സുകൾ, ആ വേർഡ്സൊക്കെ നമ്മൾ ഹാഷ്ടാഗായിട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇവിടെ ഞാൻ ഒരുപാട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. മോണിറ്റൈസേഷൻ 2022 ഹൗ ടു അപ്ലൈ എടുക്കാൻ പറ്റുന്ന വേർഡ്സുകൾ കംപ്ലീറ്റ് അവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് ഹാഷ്ടാഗ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾക്ക്, ഇവിടെയാണ് ഹാഷ്ടാഗ്. പുതിയ യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സെക്കൻഡ് പറയുന്നത് ടാഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ടാഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കറിയാം ഇതെവിടെയാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇവിടെ ടാഗ്സ് ആൻഡ് കാറ്റഗറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെയാണ് ടാഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അവിടെയാണ് നമ്മൾ ടാഗ് ചെയ്യേണ്ടത്. ടാഗിൽ ഞാനിവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരുപാട് ടാഗ്സ് ഉണ്ട്. എൻ്റെ കോമൺ ആയിട്ടുള്ള ടാഗ്സ് ആണത്. അത് ആഡ്സെൻസ്, തമ്പനെയിൽ, മേക്ക് എൻ്റെ സ്ക്രീൻ, കമ്പ്യൂട്ടർ, അൺബോക്സിങ്, ഇതൊക്കെ എൻ്റെ ടാഗ്സ് ആണ്. കോമൺ ആയിട്ട് യൂട്യൂബ് ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. യൂട്യൂബ് ടിപ്സും അതുപോലത്തെയുള്ള ഒരുപാട് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിലുള്ള ടാഗ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് പേഴ്സൺസിൻ്റെ, ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ടാഗ് കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതായത് ഞാനിവിടെ ഷിജോ പി എബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ടാഗ് ചെയ്യുകയാണ്. കാരണം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ടാഗ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ടാഗ് ചെയ്തിട്ട് കോമയാണ് കൊടുക്കുന്നത്. കോമ കൊടുത്തിട്ട് അടുത്ത ടാഗ് ചെയ്യുമ്പോഴേക്കും നമുക്കത് ഇവിടെ ഇതുപോലെ വരും. കോമയാണ് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക, കോമ. അതുപോലെ തന്നെ ഞാൻ M4 ടെക് എന്ന് ഇവിടെ കൊടുക്കുകയാണ്. കോമ കൊടുത്തിട്ട് M4 ടെക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കോമ കൊടുക്കുന്നു. ഇതുപോലെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ പേഴ്സൺസിൻ്റെ പേര് ആഡ് ചെയ്താലും നമുക്ക് അവരുടെ ഫീഡ്സിലേക്ക് പോകാൻ പറ്റും. നമ്മൾ സാധാരണ ഫേസ്ബുക്കിലും ഇതുപോലെ ടാഗ് ചെയ്യാറില്ലേ, അതുപോലെ ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഫീഡിലേക്ക് കൂടെ നമ്മൾ എത്തപ്പെടും. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ടാഗ് ചെയ്യുമ്പോഴും ഹാഷ്ടാഗ് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫീഡ്സിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും റീച്ചിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. കാരണം പുതിയ യൂട്യൂബേഴ്സായാലും വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഓരോ ഹാർഡ് വർക്കിൻ്റെയും പരിണത ഫലമാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച. അതുകൊണ്ട് തന്നെ നമ്മൾ ചാനൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ വിജയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബേഴ്സായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരിലേക്ക് കൂടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട്, ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണും വരെ ബൈ.